കേരളത്തിൽ ബി.ജെ.പി. പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കോർപ്പറേഷനിൽ ബി.ജെ.പി. മേയർ വന്നെങ്കിൽ നാളെ കേരളത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും കഴിയില്ല. കേരളത്തിലെ വിശ്വാസികളെ സംരക്ഷിക്കാനായില്ലെങ്കിൽ പിണറായി വിജയന് ഇറങ്ങിപ്പോകാൻ സമയമായി എന്നും വിമർശനം. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ബി.ജെ.പി. അധികാരത്തിൽ വരണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തു. എൻ.ഡി.എയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ ബി.ജെ.പി. മുഖ്യമന്ത്രി കേരളത്തിൽ വരികയാണ് പ്രധാന ലക്ഷ്യമെന്ന് ആഹ്വാനം ചെയ്തു. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തണം. ശബരിമല തന്നെയാണ് എൻ.ഡി.എ പ്രധാന പ്രചാരണ വിഷയമാക്കുന്നതെന്ന് അമിത്ഷായുടെ ഓരോ വാക്കുകളിലും വ്യക്തമായിരുന്നു. 2 മന്ത്രിമാർ ജനമനസ്സുകളിൽ കുറ്റവാളികളാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതും ഓർമ്മിപ്പിച്ചു. ശബരിമലയിൽ നിഷ്പക്ഷ അന്വേഷണം നടന്നില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് LDFും UDFും പ്രവർത്തിക്കുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു. തടിയിൽ തീർത്ത അയ്യപ്പ വിഗ്രഹം BJP സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് സമ്മാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.